ഹലോ ഫ്രണ്ട്സ്, ബിലോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിന്ന് നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റൊക്കെ ഒന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കോയിൻസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം. അപ്പോൾ ഈ ഒരു കോയിൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളിന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫുള്ള് ഓൾഡ് കോയിൻസ് ആണ്. അപ്പോൾ ഓൾഡ് കോയിൻസ് സ്പെഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വേറൊന്നുമല്ല, നമുക്കിപ്പോൾ ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം നല്ല രീതിക്ക് പമ്പ് ചെയ്തിട്ടൊന്ന് ഡൗൺ ആയി. അതിനുശേഷം എത്തീരിയത്തിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്കൊരു 2-3 മന്ത്സിൽ വരാൻ പോകുന്നത് ഓൾഡ് സീസണാണ്. ഓൾഡ് കോയിനെല്ലാം ഇപ്പം തന്നെ പമ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് ഇനിയും നല്ല രീതിക്ക് തന്നെ പമ്പ് ചെയ്യും. ഫ്യൂച്ചറിൽ നല്ല രീതിക്ക് തന്നെ ഒരു പെർഫോമൻസ് ഓൾഡ് കോയിനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് നല്ല ഓൾഡ് കോയിൻസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഓൾഡ് കോയിൻസ് നമുക്ക് മെയിൻലി പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ടോപ്പ് 100ലുള്ള കുറച്ച് ടോക്കൺസാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. കാരണം നിങ്ങളത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ ടെലിഗ്രാം ചാനൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക. കാരണം എല്ലാ ഫസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മൾ ടെലിഗ്രാം ചാനലായിരിക്കും ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എല്ലാവരും യൂസ് ചെയ്യാറുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് ക്രിപ്റ്റോയിൽ വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് പോലെ തന്നെ കുറേ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഓരോ കോയിൻസിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോയിൻസ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയ ഏതെങ്കിലും കോയിൻസ് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ യൂസുള്ള ഒരു സംഭവം തന്നെ നമ്മൾ ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. ഇതേപോലെ തന്നെ കോയിൻ ഗെക്കോ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓൾഡ് കോയിൻ ഇൻഡെക്സ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് കുറച്ച് താഴത്തോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഉണ്ട്, ട്രെൻഡിങ് ഉണ്ട്. ട്രെൻഡിങ് കോയിൻസിൽ ഏതൊക്കെ കോയിൻസാണ് ഇപ്പോൾ ലാസ്റ്റ് 24 hours ഏറ്റവും കൂടുതലും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മോസ്റ്റ് വ്യൂഡ് ഉണ്ടാവും. അതേപോലെ തന്നെ പുതിയ ടോക്കൺസ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ടോക്കൺസ് ലിസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഗെയിനേഴ്സ് ലാസ്റ്റ് 24 hours ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്ത ആൾക്കാർ 24 hours നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 days ആയിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് റിയൽ വേൾഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് ഇപ്പോൾ ഗോൾഡ്, എൻവിഡിയ, നമ്മുടെ മൈക്രോസോഫ്റ്റ് അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ടോപ്പ് സെക്ഷനിലോട്ടേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡറിങ് വൈസ് അവർ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ടോപ്പിലുള്ള കോയിൻസ് എന്ന് പറഞ്ഞിട്ട്. അതിലിപ്പോൾ BTC ആണ് കറൻ്റ് ഉള്ളത്. $108,000 ആണ്. മാർക്കറ്റ് കുറച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒന്ന് പിന്നെയും കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴൊക്കെ ഇറങ്ങുന്നു അപ്പോഴൊക്കെ നിങ്ങൾ മാക്സിമം ബൈ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഡിപ്പിൽ ബൈ ചെയ്യുന്ന ടൈമിൽ എടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പോൾ മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ട്. നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് മാക്സിമം ലോ ലെവറേജസിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. സ്പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഡിപ്പിൽ ബൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് BTC എത്തും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാനുള്ളത്, നിങ്ങൾ XRP ബിലോ $3 എപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ. ഇപ്പോൾ $2.8 നിങ്ങൾ മാക്സിമം പെൻഡ് എടുക്കുക. കാരണം ഓൾ സീസണൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് XRP ഏകദേശം ഒരു $5 ഒക്കെ ഈസി ആയിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. BNB ഇപ്പോൾ നിങ്ങൾ മാക്സിമം ഹോൾഡ് ചെയ്യുക. കാരണം BNB ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നേ വാങ്ങിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രോഫിറ്റ് എടുത്ത് കുറച്ച് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. കാരണം BNB ഏകദേശം $859 ആയി. ഇനി മാക്സിമം പോയി കഴിഞ്ഞാലും ഓൾ സീസണിൽ $1,000 ഒക്കെ വരെ പോകാനാണ് പോസിബിലിറ്റി ഉള്ളൂ. അതിനുശേഷം നമുക്ക് സോളുണ്ട്. നമുക്ക് $180, $170 വരെ പോയി തിരിച്ച് ഒരു $210 വരെ പോയി. ഇപ്പോൾ $203 കറൻ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സോള് ഒരു 190 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എൻട്രി എടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് എൻട്രി എടുത്ത ശേഷം 190 വരുന്ന ടൈമിൽ ഒന്ന് കോമ്പൗണ്ട് ചെയ്യുന്നത് നല്ലൊരു ബെറ്റർ തന്നെയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ TRX നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡോജ് നിങ്ങൾ എന്തായാലും ബൈ ചെയ്യണം. കാരണം എലൻ മസ്കും ട്രംപുമായിട്ടുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഡോജ് നല്ല രീതിക്ക് ഡംപ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രംപിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റിസോൾവ് ആവുന്ന ടൈമിൽ നമുക്ക് ഡോജ് നല്ല രീതിക്ക് പമ്പാനുള്ളൊരു പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ADA തിരിച്ച് $1 വരെ വന്നിട്ടുണ്ടായിരുന്നു ഒരു 2 weeks മുന്നേ. അതിനുശേഷം ആ $1 അധികം നേരം ഹോൾഡ് ചെയ്തില്ല. തിരിച്ച് പിന്നെയും ഒരു 0.75 ആ റേഞ്ചിലോട്ട് ഇങ്ങനെ പോയി. ഇപ്പോൾ കറൻ്റ് $0.82 ട്രേഡ് ആവുന്നത്. അതേപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് XLM നിങ്ങൾ എന്തായാലും ബൈ ചെയ്യുക. BCH ഇപ്പോൾ ഒന്ന് പമ്പായിട്ടുണ്ട്. കാരണം BTC പമ്പാകുന്ന ടൈമിലാണ് BCH മോസ്റ്റ്ലി പമ്പാറുള്ളത്. അതേപോലെ തന്നെ എത്തീരിയം പമ്പാകുമ്പോഴാണ് ETC പമ്പാറുള്ളത്, എത്തീരിയം ക്ലാസിക് പമ്പാറുള്ളത്. അതേപോലെ തന്നെ കുറച്ച് ടോക്കൺസ് ഇൻ്റർലിങ്ക് ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു മൂവ്മെൻറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും. അപ്പോൾ BCH ഇനിയിപ്പോൾ അധികം അങ്ങനെ മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റീസ് കുറവാണ്. നിങ്ങൾക്ക് AVAX വാങ്ങി വയ്ക്കാം. AVAX ഒക്കെ ഒരു $20 ബിലോ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എൻട്രി എടുക്കുന്നത് ബെറ്റർ തന്നെയായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ടോണ് $3.5 ആയിരുന്നു കറൻ്റ് ട്രേഡ് ആയിക്കൊണ്ടിരുന്നത്.
ഇപ്പോൾ ഒന്ന് ഡംപ് ആയിട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചറിലൊക്കെ നമുക്ക് ടെലിഗ്രാമിൻ്റെ നേറ്റീവ് ടോക്കൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഹോൾഡ് ചെയ്യുക. 3.1 ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ഫോർ ഷുവർ എന്തായാലും ഒരു $5 എബോക്ക് ഈസി ആയിട്ട് ഓൾ സീസൺ വന്നു കഴിഞ്ഞാൽ കയറിപ്പോവും. പിന്നെ ഷിബൊക്കെ നമുക്ക് ഷിറ്റ് കോയിൻസൊക്കെ നല്ല രീതിക്കാണ് ഇപ്പോൾ അടി വാങ്ങിയിരിക്കുന്നത്. കാരണം തിരിച്ചൊരു വരവുണ്ടാവാനുള്ളൊരു ചാൻസ് കുറവാണ്. കാരണം ഷിറ്റ് കോയിൻസിൻ്റെ ടൈം എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഓൾ സീസണും കഴിഞ്ഞതിന് ശേഷമാണ് ഷിറ്റ് കോയിൻ വരിക. ആ ഒരു ടൈമിലായിരിക്കും മീമി കോയിനൊക്കെ നല്ല രീതിയിൽ ബൂം ആവുക. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എത്തീരിയത്തിൻ്റെയും അതേപോലെ തന്നെ BTCൻ്റെയും മാത്രം ടൈം കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഓൾ സീസണും അതേപോലെ തന്നെ ഷിറ്റ് കോയിൻസിൻ്റെ സീസണും വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എടുക്കുന്നതിൽ ബെറ്റർ തന്നെയായിരിക്കും. പിന്നെ നമുക്ക് മറ്റേ ബിറ്റ്ഗെറ്റിൻ്റെയൊക്കെ കുറച്ച് നേറ്റീവ് ടോക്കൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. BGB ഓരോ എക്സ്ചേഞ്ചസിൻ്റെ ടോക്കൺസ് നിങ്ങൾ എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വാങ്ങിച്ചു വയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം അതിൽ അവരുടെ തന്നെ ലോഞ്ച് പൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് അവരുടെ നേറ്റീവ് ടോക്കൺ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ അത് യൂസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചസിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ബൈനാൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ BNB വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ബെറ്റർ തന്നെയാണ്. കാരണം ഫീസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് കിട്ടും. ബിറ്റ്ഗെറ്റ് ആണെങ്കിൽ BGB ഉണ്ട്. ഇപ്പോൾ നമുക്ക് OKB എന്ന് പറഞ്ഞിട്ടുള്ള താഴത്തുള്ള ടോക്കൺ അത് OKX എക്സ്ചേഞ്ച് ടോക്കണാണ്. അപ്പോൾ അങ്ങനത്തെ ടോക്കൺസ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ് തന്നെയാണ്. പിന്നെ നമുക്ക് പോള് നിങ്ങൾ എന്തായാലും വാങ്ങിക്കുക. പോള് ഇപ്പോൾ നല്ല രീതിക്ക് ഡംപായിരിക്കുകയാണ്. നമ്മളെ പോളിഗണായിരുന്ന ടൈമിൽ ഒരു $1 $2 ഒക്കെ പോയതായിരുന്നു. ഇപ്പോൾ 100% ഡംപിലാണുള്ളത്. അതായത് $3 ഇപ്പോൾ $0.28 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു ക്രാഷാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ICP എന്തായാലും വാങ്ങിക്കുക. ICP നല്ലൊരു ടോക്കൺ തന്നെയാണ്. ബെറ്റ് നല്ല രീതിക്ക് വാങ്ങിക്കാം, ഏറ്റം വാങ്ങിക്കാം. അതേപോലെ തന്നെ KCS നമ്മുടെ കുക്കോയിൻ്റെ ടോക്കണാണ്, നേറ്റീവ് ടോക്കണാണ്. പിന്നെ ബോങ്കും ഷിബ് നമ്മുടെ ലീഷ് ഈ 3 ടോക്കൺസും ഷിബായുവിൻ്റെ അണ്ടറിൽ വരുന്ന ടോക്കണാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഷിബ് പമ്പാവുന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺസും പമ്പാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് മേലോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് നല്ലൊരു ടോക്കണാണ്. OP സൂപ്പർ ടോക്കൺ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ താഴത്തോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഫ്ലോക്കി പെപ്പെ അതേപോലെ തന്നെ ഷിബൊക്കെ നമുക്ക് മിമി ടോക്കണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡംപ് കിട്ടുന്ന ടൈമിലൊക്കെ വാങ്ങിക്കാം. ഓൾ സീസണും കഴിഞ്ഞിട്ട് നമുക്ക് മിമി സീസൺ വരുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഗാലയുണ്ട്, സാൻഡൊക്കെ ആണെങ്കിൽ മെറ്റാവേഴ്സിൻ്റെ ടോക്കൺസ് ആണ്, സാൻഡ് ഗലയൊക്കെ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ടൈം വരും. ആ ഒരു ടൈമിൽ നിങ്ങൾ സെല്ല് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്ത് ആ ഒരു ടൈമിൽ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മൾ ലൈക്ക് പിന്നെ മറക്കുന്ന ചലഞ്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. ഗുഡ് ബൈ.